ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അവൾ പോവുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ പോവുകയാണ്, വരികയായിരുന്നു, വരികയാണ്, ചെയ്യുകയായിരുന്നു, ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഏത് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് വേർഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് രഹാ ഹെ, മറ്റേത് രഹാ ധ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, രഹാ ഹേ എന്ന് പറയുന്നത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് പ്രസന്റിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ രഹ വെച്ചിട്ട് പറയുന്നത്. ഇനി രഹാ ധ എന്നുള്ളതാണെങ്കിൽ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് നമ്മൾ രഹാ ധ അല്ലെങ്കിൽ ധേ ധി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയും അവൾ കളിക്കുകയായിരുന്നു, നമുക്ക് എങ്ങനെ പറയാം? വോ ഖേൽ രഹി ധി, വോ ഖേൽ രഹി ധി. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? വഹ് എന്നാണ് എഴുതുക. വഹ് ഖേൽ രഹി ധി. ഓക്കെ, നമ്മൾ പറയുമ്പോൾ വോ ഖേൽ രഹി ധി എന്ന് പറയും. അപ്പോൾ വഹ് ഖേൽ രഹി ധി എന്ന് പറഞ്ഞാൽ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ കളിക്കുകയായിരുന്നു. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, കളിക്കുന്ന സമയത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ഇങ്ങനത്തെ കളിക്കുകയായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ രഹി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ധ ധേ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് മീന വഹാപ്പർ സോ രഹി ഹെ. മീന വഹാപ്പർ സോ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ യൂസ് ചെയ്യുക? മീന വഹാപ്പെ സോ രഹി ഹെ എന്ന് പറയാം. മീന വഹാപ്പെ സോ രഹി ഹെ എന്ന് പറയാം. ഇവിടെ നമ്മൾ പേ എന്നേ പറയുള്ളൂ, പർ എന്ന് പറയില്ല. മീന വഹാപ്പെ സോ രഹി ഹെ എഴുതുമ്പോൾ നമ്മൾ പർ എന്ന് വെച്ചിട്ടാണ് എഴുതുക. അപ്പൊ ഇവിടെ സെന്റൻസ് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രഹി ഹേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീനയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ രഹി ഹേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീന വഹാപ്പെ സോ രഹി ഹേ എന്ന് പറഞ്ഞാൽ മീന അവിടെ ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മീന അവിടെ ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മീന അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ് ഇതിന്. അടുത്തത് മേ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വാക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാൻ നോക്കാം. മേ കിതാബ് പഠ് രാഹു, മേ കിതാബ് പഠ് രഹാഹു. നമ്മൾ പറയുമ്പോൾ മേ കിതാബ് പഠ് രാഹു എന്നാണ് പറയാ. അപ്പൊ മേ കിതാബ് പഠ് രഹാഹു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലാസ്റ്റിൽ നമുക്ക് വന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രഹാഹൂം എന്നാണ് വന്നിട്ടുള്ളത്. അതെന്താണ്? നമ്മളുടെ പ്രസന്റ് ടെൻസിൽ മേമിന്റെ കൂടെ നമ്മൾ ഒരു സെന്റൻസിൽ ഹൂം ആണ് ചേർക്കുന്നത് അല്ലെ. അപ്പൊ മേ കിതാബ് പഠ് രഹാഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. മേ കിതാബ് പഠ് രഹാഹൂം, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് നമുക്ക് തും, തു, ആപ് എന്നൊക്കെ വരുമ്പോ ഈ രഹ എങ്ങനെ ചേർക്കണം എന്നുള്ളത് നോക്കാം. ഇപ്പൊ തു, തും, ആപ്പ് ഒക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൂട്ടുന്നത് അല്ലെ. പ്ലൂറൽ ആയിട്ട് ഒരു കാര്യം എങ്ങനെ പറയുന്നോ അതുപോലെയാണ് നമ്മൾ ഈ രഹ ഒക്കെ ചേർക്കേണ്ടത്. അപ്പൊ തും ക്യാ കർ രഹേ ഹോ, തും ക്യാ കർ രഹേ ഹോ നമ്മൾ ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കുക അല്ലെ. തും ക്യാ കർ രഹേ ഹോ എന്നാണ് ചോദിക്കുക. പക്ഷെ എഴുതുമ്പോ തും ക്യാ കർ രഹേ ഹോ എന്നാണ് ചോദിക്കുക. ഇവിടെ എന്താ രഹേ എന്ന് വന്നത്? കാരണം തു, തും, ആപ്പ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലൂറൽ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രഹേ എന്ന് കൊടുക്കണം. തൂവിനും തും, ആപ്പ് ഇത് മൂന്നിനും നമ്മൾ അങ്ങനെ കൊടുക്കണം. പിന്നെ ഹോ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രസന്റ് ടെൻസിലെ മേമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തു, തും, ആപ്പ് ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹോ ചേർക്കണം. ക്യാ കർ രഹേ ഹോ, തും ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തു ക്യാ കർ രഹേ ഹോ എന്ന് ചോദിച്ചാൽ നീ എന്താണ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ, തബ് തക് കെ ലിയേ ബൈ.